അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തികൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരി, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. അപ്പം മനുഷ്യന് ഓടി ഓടി ആയുസ്സിന് 10 വർഷം കൂടെ കൂടുതൽ കിട്ടുമെങ്കിൽ ഈ ഓട്ടത്തിനൊരു അർത്ഥമുണ്ട്. ഒരാള് അസുഖം വന്ന് സ്ട്രെസ് പിടിച്ച് ഭയങ്കര ഭീകരാവസ്ഥയിൽ നിൽക്കുകയാണ്. പുള്ളിക്ക് സ്ട്രെസ്, പുള്ളിയുടെ ജോലി തന്നെ, പുള്ളി രാത്രിയിലും വന്ന് ജോലി ചെയ്യിപ്പിക്കും. പുള്ളി ചാവാറായി, ഒരുപാട് അസുഖങ്ങളുണ്ട്. ഈ പുള്ളി അസുഖങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടി നടക്കുക. ഈ അസുഖങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടി നടന്നിട്ട് പുള്ളിക്ക് ഒരു കുറവും വരുന്നില്ല. അപ്പം ഞാൻ ഇതിന്റെ കാരണം പുള്ളിയുടെ ജോലിയുടെ സ്ട്രെസ്സാണ് പുള്ളി അസുഖം ഉണ്ടാക്കുന്നത്. പക്ഷെ പുള്ളിക്ക് ഭയങ്കര സാലറിയാണ്. പുള്ളി സിംഗപ്പൂരുള്ള ആളെ 10-20 ലക്ഷം രൂപ സാലറി, 21 ലക്ഷം രൂപ സാലറി ഉണ്ട് ഒരു മാസമാണ്. പുള്ളിക്ക് ആ ലൈഫ് സ്റ്റൈലൊക്കെയാണ്. അതിന്റെ ലൈഫ് സ്റ്റൈൽ ഒരു വലിയ ലൈഫ് സ്റ്റൈലായിരിക്കും, നല്ല ലൈഫ് സ്റ്റൈലായിരിക്കും തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ്. പക്ഷെ ഈ കക്ഷിക്ക് ഈ ലൈഫ് സ്റ്റൈൽ കളയാൻ പറ്റത്തില്ല. നിങ്ങളുടെ അസുഖം മാറണമെങ്കിൽ നിങ്ങൾ ഈ ഹൈ സ്ട്രെസ്സിൽ നിന്ന് ഇറങ്ങണം. നിങ്ങളൊരു സാധാരണ ജോലി, നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ സാലറി ഉള്ള ജോലി പോലെ ഈ ആശുപത്രി കൊണ്ട് കൊടുക്കുന്ന ഈ ഇത്ര ഉണ്ടാക്കിയിട്ട് ആശുപത്രി കൊണ്ട് ലക്ഷങ്ങളെല്ലാം തുടങ്ങും. ഭയങ്കര ചാർജ് ആശുപത്രി എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ കൂട്ടല്ല. ഈ ഒരു സൈഡിൽ ഉണ്ടാക്കി ആശുപത്രി കൊണ്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ബില്ലെങ്കിലും സേവ് ചെയ്യാൻ പറ്റും. മറ്റേ എത്ര സ്ട്രെസ് ഇല്ല. 5 മണിയാകുമ്പോൾ ഇത് വീട്ടിൽ വന്നാലും രാത്രി വരെ വർക്കാം. അപ്പൊ 5 മണിക്ക് മറ്റേ ജോലി കഴിയുന്ന ഒരു ജോലി, അത് ശമ്പളം എത്ര കുറവായാലും അത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ശമ്പളം കിട്ടുമല്ലോ. എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ജോലി നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു പൈസ ഉണ്ടായിക്കൊണ്ട് ബാക്കിയുള്ള എക്സ്ട്രാ പൈസ അതങ്ങ് ഒഴിവാക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് തിരിച്ചു കിട്ടും. പുള്ളിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്, പക്ഷെ പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിക്ക് ഈ ഇത്രയും കാശ് വേണം, അത് വിട്ടിട്ടൊരു സംഭവം പുള്ളിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ പുള്ളിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ, കണക്കെഴുതി നോക്കിയപ്പോൾ പുള്ളിക്ക് ഈ 10 ലക്ഷം രൂപയുടെ സാലറിയുടെ ജോലി മതി, അതിനെ കൂടുതലാണ്. പക്ഷെ പുള്ളിക്ക് ഇതൊരു ഹരവാണ്, പൈസ വേണം. കൊച്ചിലെ കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ വന്ന ആളായിരുന്നു. അപ്പം അയാൾ പൈസ ഉണ്ടാക്കാനാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ പൈസ കിട്ടുമ്പോൾ അയാൾ അങ്ങനെ അത് കൂട്ടാന്നുള്ള ആലോചനയില്ല. പക്ഷെ ഈ ആള് കാണത്തില്ല. സാലറി കൂട്ടി പ്രൊമോഷനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും കൂടെ വർക്കിലോട് കൂടുകയെന്ന് ഓർക്കുന്നില്ല, ഉത്തരവാദിത്വം സ്ട്രെസ്സും കൂടുകയെന്ന് ഓർക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് പ്രാണനെ കൊടുക്കുന്നവരാണ് വിജയിക്കുന്നത്. നല്ല പ്രാണനെ കൊടുക്കണം. നല്ല പ്രാണൻ ഉണ്ടായാലല്ലേ കൊടുക്കാൻ പറ്റും. ശരിയാണോ? ശരിക്കും പ്രാണൻ ഉള്ളിൽ ഉണ്ടാവണ്ടേ? എനിക്ക് പ്രാണൻ ഉള്ളതുകൊണ്ടല്ലേ അങ്ങേക്ക് തരാൻ പറ്റുന്നത്. ഞാൻ ഇതിന് വീട്ടിൽ അഭിനയിച്ച അങ്ങേക്ക് മനസ്സിലാവില്ലേ? എല്ലാവരും കഴിക്കുന്ന ചോറല്ലേ, എല്ലാവർക്കും മനസ്സിലാവില്ലേ? ഞാനിവിടെ ചിരിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ഞാൻ ഉള്ളിൽ കംപ്ലീറ്റ് നെഗറ്റീവ് ആണെങ്കിൽ, എനിക്ക് പ്രാണൻ, പോസിറ്റീവ് പ്രാണൻ ഇല്ലെങ്കിൽ കിട്ടത്തില്ലത്. എനിക്കിവിടെ കുറെ വാചകങ്ങളിലല്ല കാര്യം, ഞാൻ പറയുന്ന വാക്കുകളിലല്ല കാര്യം, എനർജി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ പ്രാണനെ കിട്ടിയാൽ ആളുകൾക്ക് ആ എനർജി കിട്ടും. ആ പ്രാണനെ കൊടുക്കുന്നത് ആളുകളിൽ ശരിക്കും നമ്മൾ കൊടുക്കുകയല്ല, ശരിക്കും കൊടുക്കുകയാണ് ഒരർത്ഥത്തിൽ. പക്ഷേ ഈ പ്രാണൻ ആ വ്യക്തിയുടെ ഉള്ളില് കൂടുതലായിട്ട് അയാളുടെ നെഗറ്റീവായിട്ട് തിരിയുന്ന പ്രാണനെ പോസിറ്റീവായിട്ട് തിരിക്കുക എന്നുള്ളതാണ് ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരാളെ, കാരണം ഇപ്പോൾ ഒരു NPD ഉള്ള ആര്, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു മാനേജർ, NPD എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? നാർസിസിസ്റ്റ്
പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും സൈക്കോളജിയിൽ. അതായത് ചില ആളുകളുണ്ട്, അവർ സെൽഫ് സെൻറ്റേർഡാണ്, പവർ സെൻറ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർ. ഞാൻ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ, ബാക്കിയുള്ളവരെല്ലാം അവരുടെ കാൽ കീഴിൽ നടക്കണം. ഭയങ്കര ഈഗോ ആയിരിക്കും. പക്ഷെ എളുപ്പം അത് മനസ്സിലാവത്തില്ല, നല്ലതായിട്ടൊക്കെ ആയിരിക്കും പെരുമാറുന്നത്. പക്ഷെ ഇവരെ ശരിക്ക് ഇപ്പൊ തുടരും സിനിമ കണ്ടായിരുന്നു അടുത്തിറങ്ങിയ മോഹൻലാലിന്റെ. അതില് പറയത്തില്ലേ, 10-36 കൊല്ലമായടാ പെൻസേ ഞാൻ പോലീസിൽ, നീ ആരെയാടാ ഈ പീഡിപ്പിക്കുന്നത് എന്നെ, നിന്നെ തിരക്കി ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടേ, ജോർജ് സാറിനെ കുറെ അറിയാൻ തന്നെയാണ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇതാണ് ശരിക്കും നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. കുരുട്ട് ബുദ്ധിയൊക്കെ ഭയങ്കര, അവര് നല്ല ഡീസന്റ് ആയിട്ടല്ലേ പെരുമാറുന്നത്. ആദ്യം തന്നെ അയാളെ കാണും, എന്തുണ്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, ഗുണ്ടയാണ് അടിക്കുക തമാശയൊക്കെ പറഞ്ഞിട്ട്, എന്താ നിങ്ങളൊക്കെ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് പ്രശ്നം എന്താടും എന്നൊക്കെ പറഞ്ഞ് വളരെ കൂളായിട്ട് നിൽക്കുന്ന ഒരാൾ ഇത്ര വലിയൊരു ക്രിമിനൽ ആണെന്ന് നമുക്കറിയാൻ പറ്റും. ഇതാണ് NPD എന്ന് പറയുന്നത്. ഈ NPD ഉള്ള ആളുകൾ മറ്റുള്ള ആളുകളെ അവരുടെ ഇരയാക്കും. ഹസ്ബൻഡാണ്, വൈഫ്, പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ വൈഫിനെ ഇങ്ങനെ അല്ലെ ഹസ്ബൻഡിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് എപ്പോഴും അവരുടെ അടിമയാക്കി ഇങ്ങനെ നിർത്തും. ഇവർ വിചാരിക്കുന്നോട്ട് മാത്രമേ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ. ഇത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അവർ ബാക്കിയുള്ളവരെല്ലാം ഐസൊലേറ്റ് ചെയ്യും, ഇവരെ ഒറ്റപ്പെടുത്തും. ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നൊക്കെ ഇപ്പൊ വലിയ കാര്യമായിട്ട് ഭർത്താവിൻ്റെ ഇടയ്ക്ക് ഈ പെണ്ണ് പറയുക, ചേട്ടാ എൻ്റെ ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ കുറച്ച് പ്രശ്നം ഇന്നോട്ടൊക്കെ പുള്ളിക്ക് ചെറിയ ചിന്താഗതിയൊക്കെ ഉള്ള ആളാണ്, ചെറിയ പ്രശ്നങ്ങളുള്ളത്, വലിയ കുഴപ്പമൊന്നുമല്ല എന്ന് ആത്മാർത്ഥമായിട്ട് ഭർത്താവിനോട് പറഞ്ഞ ഈ ഭർത്താവ് തഞ്ചം കിട്ടുമ്പോൾ ഈ അയാളൊക്കെ പോയി ഇത് പറയും, എടാ എൻ്റെ പെങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ അടുപ്പമുള്ളതുകൊണ്ട് പറഞ്ഞാൽ പറയരുത് എന്നും കൂടെ പറഞ്ഞാൽ നാളെ ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഇവരാരും ഈ പെണ്ണിന്റെ കൂടെ കാണത്തില്ല. ഈ ഒരു ഡൈവോഴ്സ് ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവര് നീ എന്നെ കുറിച്ച് അന്ന് കുറ്റം പറഞ്ഞിട്ടുള്ളതല്ലേ എന്നുള്ള. അപ്പൊ ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്യിക്കുക, ഫ്ലൈയിങ് മങ്കീസിനെ അയക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്നിട്ട് നിങ്ങളുടെ ഒരു സുഹൃത്തായിരിക്കും, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇതും ഇല്ലാതെ ചുമ്മാ കയറി പറയാം, പിന്നെ അലയാ വേറൊരു കാര്യം പറയണ്ട, എന്താ നീ നിന്റെ ഭാര്യയോട് കുറച്ചുകൂടെ സ്നേഹമായിട്ടൊക്കെ പെരുമാറണം. അത് ഇത് പോയി പറഞ്ഞിട്ട് കേൾക്കരുത്. ഇങ്ങനെ മറ്റുള്ള ഫ്ലൈയിങ് മങ്കീസിനെ അയക്കുക, ഭയങ്കര ഗെയിം കളിക്കുക, ഇവരുടെ ആനുകൂലമാക്കി. ഓഫീസിലൊക്കെ അങ്ങനെയുള്ളവരില്ലേ പല ആൾക്കാർ, അവർക്ക് എല്ലാവരും അവരെ ശ്രദ്ധിക്കണം എപ്പോഴും, അവരാണ് താരം. അപ്പം ഇങ്ങനെയുള്ള ആളിന്റെ കുട്ടികളും ഒരാൾ NPD ഒരാൾ ഇരയോ അല്ലെ തിരിച്ചോ ഒക്കെ ആകാറുണ്ട്. അപ്പൊ ആ ഇരയുടെ പ്രത്യേകത NPD ഇല്ലാതെ പറ്റത്തില്ല, അതുപോലെ ആക്കി വെക്കും. അപ്പം ഈ NPD മോനാണ്, അച്ഛൻ അല്ലെ അമ്മ ആ NPD ആണ്, അത് മോനാണ് NPD. ആ മോൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഈ വന്ന പെണ്ണിന് ഭയങ്കര, ഇയാൾക്കൊരു ഇവര് പറഞ്ഞിട്ട് അവിടെ എല്ലാം നടക്കുന്നത്, ഇയാൾക്ക് അവിടെ വലിയ ഇതില്ല. അപ്പം അവരിവരെ ഉപദ്രവിക്കുകയാണെങ്കിൽ പോലും ഈ പെണ്ണ് പറയുകയാണ്, ചേട്ടാ എന്നെ നിങ്ങളുടെ അമ്മ അല്ലെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അല്ലെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന നീ ആണ് ശരി, പക്ഷേ അച്ഛനാണ് ശരി അല്ലേ അമ്മയാണ് ശരി. ഇതാണ് അവരുടെ നിലപാട്. ഭയങ്കര ഒരുപാട് ഡൈവേഴ്സ് കേസൊക്കെ വരും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ NPD ആയിട്ടുള്ള ആളുകളെ പോലും സിമ്പിളായിട്ട് ഓഫീസിൽ ചിലർ ഡീൽ ചെയ്തിട്ട് പോകും, പ്രാണം കൊടുത്തിട്ട്. NPDയുടെ പ്രത്യേകത എന്താണ്? അവർ പവർ സെന്റേഡ് ആണ്, പ്രാണം സെന്റേഡ് ആണ്, പവർ സെന്റേഡ് ആണ്. വീട്ടിലെ NPD ആയിട്ടുള്ള ഒരാളുണ്ട്, അയാൾക്ക് ഒരാൾ വീട്ടിൽ ഹാപ്പി ആയിട്ടിരുന്നാൽ അസ്വസ്ഥവും വീക്കായിട്ടും ഫീൽ ചെയ്യും. അവർ ചെന്ന് ചൊറിയും. എന്തെങ്കിലും ഒരു കുറ്റം ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവരുടെ ആ സന്തോഷം മുഴുവൻ പോയി കഴിയുമ്പോഴത്തേക്കും. കരഞ്ഞാൽ വലിയ സന്തോഷം, ഇവർക്ക് എനർജി കിട്ടും. അവരുടെ മുന്നിൽ കരഞ്ഞാൽ അവർക്ക് ഭയങ്കര എനർജി കിട്ടും. നേരെ മറിച്ച് നമ്മളൊക്കെ ഹാപ്പിനെസ് സെന്റേഡാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയോ മക്കളോ ആരെങ്കിലും വിഷമിച്ചിരിക്കണം, എന്താണ് ഈ വിഷമിച്ചിരിക്കുന്നത്, പറ നമുക്ക് ശരിയാക്കാം, നീ വിഷമിക്കണ്ട, നീ പോസിറ്റീവായിട്ട് എടുക്കരുത് എന്നല്ലേ പറയുന്നേ. ഇവര് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, തിരിച്ചു പറയും, നീയോ എന്നാലും ഭയങ്കര ആലോചിച്ച് നോക്കി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പണ്ടത്തെ കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ട് അവരെ ഒന്ന് ചോറിയും. അപ്പം കുറെ ഉണ്ട് അതിന്റെ ആ ടോപ്പിക്കിലോട്ട് പോയി ഒരുപാട് സമയം പോകും. അപ്പം ശരിക്കും അവർ പക്ഷെ സക്സസ് ആയിരിക്കും കരിയറിൽ, ഭയങ്കര കാരണം അവർക്ക് മനസാക്ഷി ഇല്ലല്ലോ, അതുകൊണ്ട് പവർഫുള്ളാണ്. അപ്പം
നമ്മളാവുമ്പോൾ ചിലപ്പോൾ കുറച്ചൊന്ന് ഫോട്ടോന്നൊക്കെ വെക്കും. ഓ ഇന്ന് സാറേ ടാർഗറ്റ് കവർ ചെയ്യുന്നില്ല, ഇല്ലയോ സന്നാണ് അടുത്ത പ്രാവശ്യം ചെയ്യണം കേട്ടോ പറഞ്ഞ് നമ്മൾ പോട്ടെന്ന് വെച്ചാൽ നമ്മൾ മാനേജറാണ്. പക്ഷെ ഇവരാണെങ്കിൽ അതല്ല ചെയ്ത. അപ്പൊ അവർ സക്സസ് ആക്കി. പക്ഷെ അവർക്കൊരു മനുഷ്യത്വം ഉണ്ടാവില്ല, മനസാക്ഷി തീരെ ഉണ്ടാവില്ല, ഭയങ്കര ഗെയിമിങ് ആയിരിക്കും. അപ്പം ശരിക്കും ഈ പക്ഷേ ചിലരപ്പോ ഈ NBDയോട് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇപ്പൊ NBDയുടെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞാൽ പ്രാണൻ കൊടുത്ത NBDയുടെ കൂടെ ജീവിക്കാം. അതായത് രംഗണ്ണൻ അമ്പാൻ ബന്ധം, നമ്മുടെ ആവേശം എന്ന സിനിമ ഇറങ്ങിയില്ലേ, കണ്ടായിരുന്നു? ഫഹദ് ഫാസിലിന്റെ. അയാൾ ഇങ്ങനെ അവരെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വയലന്റ് ആയിട്ട് നിൽക്കുമ്പോ വേറെ ആർക്കും അയാളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ NBD അറിയാവുന്ന ഈ വ്യക്തി അമ്പാനോട് ചെന്നിട്ട് പറയുക, അണ്ണനെ കൂളാക്കാൻ എനിക്കറിയാം, ഡംഷഡാസ് മറ്റേ അപ്പോഴാ മറ്റേ ചോട്ടാ മുംബൈ എന്നൊക്കെ പറഞ്ഞ് കളിക്കത്തില്ല, മറ്റേ അതിലോട്ട് ഇയാളെ ട്രാൻസ്ഫർ ചെയ്യുന്ന എന്റെ എളുപ്പമാണ്. അപ്പൊ അവിടെ അവർക്ക് പവർ സെന്റേഡാണ്. പവർ ഇല്ലാതെ പറ്റൂല. പവർ കൊടുത്താൽ അവരെന്തും ചെയ്യും, മണ്ടന്മാരാണ്. പവർ കൊടുത്ത് ഒരു ബൗണ്ടറി വ്യക്തമായി സെറ്റ് ചെയ്യണം ഇവരോട് ഡീൽ ചെയ്യുന്നത്. ഇല്ല ഇവർ വന്ന് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് കളയും. നമ്മളറിയത്തില്ല, വാചകം കൊണ്ട് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യും. നമുക്ക് ആരും സപ്പോർട്ട് കാണത്തില്ല. ഒരു മണിക്കൂർ നമ്മൾ ഒരാളെ NBDയുടെ കുറ്റം പറഞ്ഞെല്ലാം കൺവിൻസ് ചെയ്ത് വെച്ചാൽ NBD ഇങ്ങോട്ട് വന്നിട്ട് 2 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ഉപദേശിക്കും, നിങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ട് മുന്നോട്ട്. അതാണ് അവര്. അപ്പം പ്രാണൻ കൊടുത്താൽ, പവർ കൊടുത്താൽ NBD വീഴും. ഹാപ്പിനെസ് കൊടുക്കരുത്. അവർക്ക് നേരെ തിരിച്ചുള്ള ഇതാ ഉണ്ടാവുന്നത്. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് സന്തോഷം തരുന്നുണ്ട്, അവർക്ക് സ്നേഹമുള്ളതുണ്ട്, അവർ ഹാപ്പിനെസ് സെന്റേഡാണ്. നമ്മൾ സന്തോഷമായിട്ടിരുന്ന അവർക്ക് വിഷമമാണ് തന്നെ. അവർ NBDക്ക് അതായത് പവർ സെന്റേഡാണ്. അവരുടെ പവർ കുറയുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഒരു മാനേജർ എപ്പോഴും നല്ലൊരു ശതമാനം പലരും NBD ആയി മാറുന്നതിന്റെ കാര്യമൊക്കെ ഇതാണ്. എല്ലാവരും അല്ല, ചില ആൾക്കാരൊക്കെ അങ്ങനെ അപൂർവം ഉണ്ടാവാറുണ്ട്. ഭയങ്കര NBD ആയിട്ടുള്ള മാനേജേഴ്സ് ഉണ്ട്. അവരെന്ന് പറഞ്ഞാൽ നമ്മൾ അധികാരം കാണിക്കുന്ന ഇഷ്ടമല്ല. എന്തിനാ അവിടെ പോയി നിന്നേ? ഞാൻ വരുമ്പോൾ അവിടെ നിൽക്കാൻ പാടുണ്ടോ? എനിക്കണ്ടേ അല്ലെ മാറിക്കണ്ടേ? അത് ചെയ്യണ്ടേ? ഇത് എന്നെ ഒന്നും വിഷ് ചെയ്തില്ലല്ലോ. ഈയിടെയായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലല്ല ഉള്ളില്. പുറത്തെന്നിട്ട് അതിട്ടിട്ട് പെരുമാറും. ഓരോ ദേഷ്യങ്ങള് കോംപ്ലക്സ് അന്ന് വൈകിട്ട് തീർപ്പ് ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും ഒന്ന് പറയും. ഇത് തന്നോട് താനൊക്കെ എന്തോ എടുക്കും, കുറെ നാലായല്ലോ ഉണ്ടാക്കാൻ തുടങ്ങി, ഇത്രയും നാളായിട്ട് ഇതൊന്നും പഠിച്ചില്ലയോ, ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കും. അപ്പൊ അങ്ങ് ഡൗൺ ആവും. അപ്പൊ ഇയാൾക്ക് പവർ കിട്ടും. അഹങ്കാരം തീർന്നു എന്നുള്ളതാണ്. പക്ഷെ മനസ്സിലാവുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ക്ലയൻസ് ഉണ്ട്, NBD ക്ലയൻസ് ഉണ്ട്. അവരുടെ എല്ലാവരും അടിമകളായിരിക്കണം. അവർക്ക് ബാങ്കിൽ ചെന്ന ബാങ്കുകാരൊക്കെ അടിമയായിട്ട് പെരുമാറുന്നു. അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ ചെന്നാൽ പോലും അവർ അടിമയായിട്ട് പെരുമാറും. എല്ലാവരും സാറേന്ന് വിളിച്ച് നിൽക്കും. കുറച്ച് കാശൊക്കെ ഉള്ള ആൾക്കാരുണ്ട് NBD ആയിട്ടുള്ളവർ. ഭയങ്കര സഹിക്കാൻ പറ്റത്തില്ല. ചുമ്മാ സാധനമൊക്കെ തട്ടിയിട്ടിട്ട് അവരെ കൊണ്ട് എടുപ്പിക്കും. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ട്. അവിടെ നമ്മള് മുകേഷിലെ ഉദയനാഥൻ സിനിമ പറയുന്നോട്ട് ശ്രീനിവാസൻ ഇതുപോലൊരു ക്യാരക്ടറാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളിനോട് മോഹൻലാൽ വളരെ സീരിയസ് ആയിട്ടാണ് പെരുമാറുന്നു. അവർ പറയുന്ന വാക്കുകൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ഈ സിനിമ ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കിയാൽ പോലെ ഈ സിനിമ ഞാനല്ലേ സംവിധാനം. ഇപ്പൊ ഞാൻ അങ്ങനല്ല, ഇയാളെ ഡീൽ ചെയ്യേണ്ട അങ്ങനല്ല, മുകേഷ് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ ഈ ആര് വെച്ചിട്ടാ ക്യാമറ താഴെ വെച്ചത്? അതെ, കഴിഞ്ഞ സീനിൽ മുഴുവൻ ക്യാമറ മേളിൽ തന്നെ. അതുകൊണ്ടാണ് ഈ സീനിൽ ആണോ എന്നാ കുഴപ്പമില്ല. അപ്പൊ ഈ കിഴങ്ങനെ ഇങ്ങനെ അങ്ങ് ഡീൽ ചെയ്താൽ മതി ഇതൊന്നും എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതിനകത്ത്. ഇതാണ് NBD ഡീൽ ചെയ്യേണ്ട ഒരു രീതി. ഈ ഡീൽ ചെയ്യേണ്ട രീതി അറിയാതെ ഈഗോയും വിഷമവും സങ്കടവും വെച്ചോണ്ട് അവരുടെ മുന്നിൽ പോയി നിന്നാൽ അവര് താണ്ടവാടിക്കറിയും മേളിൽ കയറി വഴക്കിടുവോ കരഞ്ഞു നനിക്കുവോ ഇമോഷൻസ് കൊണ്ട് ഒന്നും അവിടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. കൃത്യമായ അതിർത്തി ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇമോഷണൽ ആവാതിരുന്നാൽ നമുക്ക് അവരെ മനസ്സിലാവും. നമ്മൾ ഇമോഷണലെ അവർ നമ്മളെ റീഡ് ചെയ്തിട്ട് കളിക്കും. നമ്മൾ ഇമോഷണൽ ആവാതിരുന്നാൽ പുറമെ ഇമോഷൻ അഭിനയിച്ച് കാണിച്ചാൽ ഉള്ളിലാകാതിരുന്നാൽ നമുക്ക് അവരെ മനസ്സിലാക്കുകയും കൃത്യമായി അവരെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ പുകഴ്ത്തി അങ്ങോട്ട് തട്ട കയറ്റി കഴിഞ്ഞാൽ അവര്
എന്ത് പറഞ്ഞാലും സാറേ ഒരു ഒപ്പും കൂടി ഇട്ട് തരണം. ഒപ്പ് ഇതൊന്നും ശരിയല്ല. സാറിനോട്ട് വലിയ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞാലോ എന്ന് പറയും. എന്നാ ഇനി ഇത് ആവർത്തിക്കില്ല കേട്ടു, പ്രാവശ്യം തന്നെ. അപ്പോഴാണ് മറ്റേ പാവപ്പെട്ടവൻ സത്യസന്ധരായിട്ടുള്ളവൻ ഇതുമായിട്ട് കയറി വരുന്നത്. 10 മണിക്ക് വന്ന് കയറി കൃത്യസമയത്തായിരിക്കും വന്നത്. സാറേ ഒപ്പിടും. അഹങ്കാരം ഇഷ്ടപ്പെട്ടില്ല. നീ ഇന്നലെ എത്ര മണിക്ക്? ഇന്നലെ 10 മണിക്ക് സാറേ വന്നേ. മെനിയാന്ന് 10 മണിക്ക്. നീ പോയതോ? ഞാൻ പോയത് ഇന്നലെ 5 മിനിറ്റ് നേരത്തെ പോയല്ലേ. പോയി പറ്റത്തില്ല, പൊക്കോ. സാറേ ഇത് പറ്റത്തില്ല. കാണാം പിന്നെ വഴക്കായി അടിയായി വേണം. അപ്പം ആ ഡീല് ഇതുപോലെ എല്ലാ ക്ലയൻസുകളെയും ഡീൽ ചെയ്യാൻ നമ്മൾ പഠിക്കാനുണ്ട്. ആളുകൾക്ക് പ്രാണം കൊടുക്കണം. നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ഭാര്യ NPD ആണ്, എന്ത് ചെയ്യും? കളയാണെങ്കിൽ എല്ലാവരും കളയാനേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ അവരെയൊന്ന് സുഖിപ്പിച്ച് നമ്മളൊന്ന് പുകഴ്ത്തിയൊക്കെ പറഞ്ഞാൽ, അല്ലെ ഭർത്താവ് NPD ആണ്, എന്ത് ചെയ്യും? ഒരു ഭാര്യ ഒന്ന് സുഖിപ്പിച്ച് പുകഴ്ത്തിയൊക്കെ പറഞ്ഞ് അവർക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും? ഇല്ല, നേരെ തിരിയും. അപ്പം ഈ ക്ലയൻസിനെയൊക്കെ നന്നാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റുമോ? ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ആ NPD-കാരനെ വിളിച്ചിരുത്തി കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് മരുന്നൊക്കെ കൊടുത്ത്, അത് മാറ്റാൻ പറ്റത്തില്ല, ഇനി സൈക്കോ തെറാപ്പിയൊക്കെ ചെയ്ത് ഇവരുടെ NPD തരം കുറച്ചിട്ട് ആ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ നടക്കുമോ? അല്ലെ പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും മേഖലയിൽ പോകണം. എല്ലാ മേഖലയിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇടത്തെ കാലിലും വലത്തെ കാലിലും പട പിടിച്ച് പന്തളം എന്ന് പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. എവിടെ ചെന്നാലും ഇതാ അവസ്ഥ. ആൾക്ക് നിങ്ങളുടെ കരിയർ മാറുന്നുള്ളേ ഉള്ളൂ. ആ, മരം വെട്ടുന്നതിന് വരെ മണ്ണ് കുഴയ്ക്കുമായിരിക്കും എന്നുള്ളേ ഉള്ളൂ. ആൾക്കാരൊക്കെ ഒന്നും മാറുന്നില്ല. നമ്മുടെ ആളുകളൊക്കെ നന്നാക്കിയിട്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ലപ്പാ. ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയ 1 അല്ല 3 4 ഉണ്ടാവും. അതാ ഇത് മനസ്സിലാക്കണം. അതായത് നമ്മൾ കൊടുക്കേണ്ടത് ആളുകൾക്കെല്ലാം കുടുംബ ജീവിതം വിജയിക്കാനും കരിയർ ലൈഫ് വിജയിക്കാനും ഒക്കെ നമ്മൾ പ്രാണം കൊടുക്കണം. ഞാൻ പ്രാണം കൊടുത്ത് വളർത്തിയ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല ആളുകൾ. ചുമ്മാ പറയുന്നതല്ല, അറിയാതെ പറയുന്നതാണ്, സത്യമാണ്. അപ്പം ഇല്ലാത്ത പ്രാണം എങ്ങനെ കൊടുക്കുന്നത്? ആദ്യം നമ്മളോടുള്ള സെൽഫ് സിമ്പതി കളയണം. അയ്യോ പാവം, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു, ഇനിയും കൂടാണ് ഈ ബാധയെല്ലാം കയറുന്നത്. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളതാണ് ബാധകളെല്ലാം. നമ്മുടെ ഉള്ളിലെ ഒരു വ്യക്തിത്വം. നിങ്ങളിപ്പോൾ മരിച്ച എൻ്റെ ഉള്ളിൽ വന്നാൽ ഞാൻ നിങ്ങളുടെ ബാധ കയറിയെന്നേ പറയത്തു. ഞാൻ മരിച്ച നിങ്ങളുടെ ഉള്ളിൽ വന്ന ശ്രീധരൻ നമ്പൂരിയുടെ ബാധ വന്നെന്നേ പറയത്തു. തിരിച്ച് ഇങ്ങോട്ട് കയറുമ്പോൾ അത് ബാധയല്ലാതാകുമോ? തിരിച്ച് ചീത്തയാവുന്നതിന് മുമ്പ് ശരീരത്തിൽ വീണ്ടും ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അത് ബാധയല്ലാതാകുമോ? അപ്പൊ ഒന്നാമത്തെ ബാധ ഏതാ നമ്മുടെ ശരീരത്തിലെ? ഞാനാണ്. ഞാൻ പോയാൽ എല്ലാ ബാധയും പോകും. ഒരു ബാധയുണ്ട് 10 100 ബാധയ്ക്ക് വന്നിരിക്കാം. ദേവിക്ക് കയറാൻ പറ്റത്തില്ല, അടുത്ത് വന്ന്. അതാണ് അഹം സമർപ്പിക്കണം എന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നത്, അവർക്ക് അറിയാവുന്ന രീതി. സംഭവം ഇതാണ്. ഈ ഞാൻ എന്നുള്ളതിനെ അങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്താലോ, ഒരു NPD ആക്കി എടുത്താലോ, മരിക്കുമ്പോൾ NPD എല്ലാം മരിക്കുമ്പോൾ പ്രേതമാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഉള്ളിലെ ഒരു NPD ഉണ്ട്. അതിനെ നമ്മൾ നശിപ്പിക്കണം. അതിനെ നമ്മൾ അത് വളരെ വികൃതമായ, ഞാൻ എന്നുള്ളതിന്റെ വളരെ വികൃതമായ ഫോമാണ് NPD. അതിന്റെ ഏറ്റവും കുറഞ്ഞ വേഷനവും കൂടിയ വേഷനവും ഒക്കെ ഉള്ളൂ. നമ്മളെല്ലാ NPDs ആണ്. അത് ചെറിയ അളവിലേ കാണത്തുള്ളൂ. ഇതിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ഒരു ബാധയുടെ ശക്തി കൂടും. അപ്പൊ നമ്മുടെ ഉള്ളിലെ ഞാൻ എന്നുള്ള ബാധയെ നമ്മൾ സമർപ്പിച്ചുകൊണ്ട്, എങ്ങനെ സമർപ്പിക്കും? അതിനേക്കാൾ വലിയ ഒരെണ്ണത്തിനെ കൊണ്ടുവന്നാലേ ഇനി ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് ഇല്ലാതാക്കി സമാധി പോകാന്ന് പറഞ്ഞാൽ പാടാ. അപ്പൊ ഈ ഞാൻ എന്നുള്ളതിനേക്കാൾ വലിയ ഭദ്രകാളി പോലുള്ള വലിയൊരു ദേവതയെ, വലിയൊരു പേഴ്സണാലിറ്റിയെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് അതിനെക്കൊണ്ട് ഈ ശരീരത്തിൽ പ്രവർത്തിപ്പിച്ചാൽ കാര്യങ്ങളൊക്കെ ഗംഭീരമാവുകയും ചെയ്യും. ഈ പറയുന്ന പ്രശ്നങ്ങളില്ലാതെ വരികയും നമുക്ക് പല അമാനുഷികമായ കഴിവുകൾ ഉണ്ടാകും. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയും സക്സസ് ആവാൻ പറ്റും. അതാണ് ഉപാസന ചെയ്യണമെന്ന് പറയുന്നത്. 2, ഉപാസന ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതാണ്. പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോസിറ്റീവ് ദേവതയ്ക്ക് വരാൻ പറ്റും. നിങ്ങൾ തലകുത്ത് നിന്നാലും പോസിറ്റീവ് ദേവത നിങ്ങൾ നെഗറ്റീവ് ആയിക്കൊണ്ട് ജപിച്ചുണ്ടാക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല. അമ്പലത്തിൽ പോയി കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദുരിതം കൂടി വരുന്നത് അവൻ വിളിച്ച് കയറ്റുന്നതെല്ലാം ബാധയാണ്. ആളുകൾ അവിടെ പോയി ഒഴിഞ്ഞിടുന്ന ബാധയൊക്കെയാണ് അവിടെ ചെന്ന് ഈ കരഞ്ഞ് വിളിച്ച് കയറ്റുന്നത്. ആ എനർജി എല്ലാ ബാധയ്ക്കും എല്ലാം അവർ കൂടുതൽ ഉദ്ധരിക്കും. അപ്പൊ കൂടുതൽ കരയും, ദേവി കണ്ണില്ലയോ ദേവിക്ക്,
ദേവിക്ക് കണ്ണും കൈയെല്ലാം ഉണ്ട്, പക്ഷെ കയറാൻ പറ്റണ്ടേ. ഉള്ളിൽ ഇവൻ തന്നെ ഈ ഞാൻ എന്നെ അംഗീകരിച്ചില്ല, എന്നെ ഒഴിവാക്കി, ഞാൻ തോറ്റുപോയി, എനിക്ക് ദുഃഖം, എന്നെ എന്താ അമ്മ സഹായിക്കാത്തത്, അമ്മയുടെ കുറ്റമാ, അമ്മ അത്ര കൊള്ളരുത്ത സ്ത്രീയാ, ഇത്രയും വലിയ എന്നെ സഹായിക്കാത്തത്. ഞാൻ ഇന്നലെ കൂടി 20 രൂപയുടെ കരിക്ക് വാങ്ങിച്ചു തന്നില്ലേ, എന്തുകൊണ്ട് എന്റെ 1 കോടി രൂപയുടെ വസ്തുവിന്റെ കച്ചവടം നടത്തി തന്നില്ല? നല്ല ലാഭമല്ലേ അല്ലേ? അമ്മ കുറ്റക്കാരിയാണ് അവിടെ, പരദേവതയാണ് കുറ്റക്കാരി. ഇവൻ കാണിക്കുന്ന തോന്നിവാസം അല്ലെ, ഇവര് കാണിക്കുന്ന തോന്നിവാസനൊക്കെ കൂട്ടു നിൽക്കാനിട്ട് എന്നിട്ട് കരയും അവിടെ. ദുഃഖം വന്ന് അവസാനം ആത്മഹത്യ ചെയ്യുന്നു. പ്രേതമായിട്ട് അലയത്തേ ഉള്ളൂ. ദേവിക്കൊന്നും കണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. ഞാൻ സഹായിക്കാൻ തയ്യാറാവണമെന്നേ, എല്ലാം അധ്വാനിക്കണം, എല്ലുമുറിയെ പണിയെടുത്തിട്ട്. ഇന്നും മനുഷ്യന് തീർച്ചയായിട്ടും കഷ്ടപ്പെട്ടാൽ കഴിയാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. പണ്ടത്തെ കൂട്ടല്ല. പണ്ട് ഒട്ടും അവസരങ്ങളില്ല. ഗ്ലോബൽ വില്ലേജായി ഇന്ന് മാറി. പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ 5 കിലോമീറ്റർ ചുറ്റളവിലാണ് എൻ്റെ വർക്കുമെല്ലാം. ദാരിദ്ര്യമാണ്. കഷ്ടപ്പെട്ട ആളുകൾ കഴിയുന്നു. ഇന്ന് അങ്ങനല്ല. അപ്പൊ ഇന്ന് ഞാനൊരു ഡ്രൈവറായിട്ട് പോലും എനിക്ക് ജീവിക്കാം, അല്ലെങ്കിൽ കൈത്തൊഴിൽ എന്തെങ്കിലും ചെയ്യാൻ ജീവിക്കാം. ഞാൻ കളക്ടറാണെന്ന് ഞാൻ നിർബന്ധമില്ല. ബാക്കിയെല്ലാം നമ്മുടെ മൈൻഡിന്റെ കമ്പാരിസണിൽ നിന്നും, ടൈമിലിന്റെ കമ്പാരിസണിൽ നിന്നും, നമ്മളുടെ നിരാശകളിൽ നിന്നും ഒക്കെയാണ് നമ്മൾക്ക് പലതും പറ്റത്തില്ല എന്നും വയ്യാന്നും ഒക്കെ തോന്നുന്നു. അപ്പൊ നമ്മളെ ഒന്നും വേണ്ടെന്ന് പറയുക, അതാണ് സമ്യക്യാന്യാസം, സന്യാസം എന്ന് പറയുന്നത്. കർമ്മഫലത്യാഗമാണ്, ഫ്യൂച്ചറിനെ ഒഴിവാക്കലാണ് അർജുന സന്യാസം. അല്ലാത്തവനെ മിഥ്യാചാരി എന്നാണ് കൃഷ്ണൻ വിളിക്കുന്നത്. വേഷം കാഷായം ഇട്ടുകൊണ്ട് പോകുന്നു, ചുമ്മാ വേഷം ഇട്ടുകൊണ്ട് പോകുന്നു. കർമ്മഫലത്യാഗമാണ് അർജുന സന്യാസം. കർമ്മഫലത്തെ ത്യജിച്ചവൻ മുക്തനാണെന്ന് തിരിച്ചറിയുക അർജുന. അതായത് ഭാവിയിൽ നമ്മൾ ഏതാണ്ടൊക്കെ ആയിത്തീരണമെന്നും, അയ്യോ അങ്ങനെ ആയിത്തീരാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ് ദുഃഖിച്ച് നടക്കുന്ന ആള് ആ ഭാവിയിൽ എന്തെങ്കിലും ആയിത്തീരാനുണ്ടെന്നുള്ള ആശയം തന്നെ കളഞ്ഞിട്ട് ഇപ്പം തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കഴിയുന്ന ഒരാളാണ്, കമ്പാരിസണും എടുത്ത് കളഞ്ഞാൽ, ടൈമും എടുത്ത് കളഞ്ഞാൽ ഹാപ്പി ആവാൻ തുടങ്ങും. അപ്പം തന്നെ ഒരു ദീർഘനിശ്വാസം അയാളുടെ ഉള്ളിൽ നിന്നുണ്ടാവും. ആവശ്യമില്ലാതെല്ലാം ചുമന്നടക്കുക, ഒരു കാര്യമില്ല. വന്നതിനെ സ്വീകരിച്ച് സന്തോഷമായിട്ട് കഴിയുക. ഭയം എന്നുള്ളൊരു വികാരം ഉള്ളിൽ നിന്നെടുത്ത് കളയണം. ഭയം ഒരു രോഗമാണ്. ഭയമാണ് രോഗം. അതിൽ നിന്നാണ് ബാക്കി എല്ലാ രോഗങ്ങളും ഉണ്ടാവുന്നത്. ആരും നമ്മളെ ഉമ്മാക്കി കാണിച്ച് പഠിപ്പിക്കാനൊന്നുമില്ല. നമ്മളൊരു ഉപാസന ഉണ്ടെങ്കിൽ, ദേവി ഉപാസനയാണ്, ദേവി നമ്മുടെ ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി. വേറെ ഒരാളും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഹാപ്പിയാണ്, ഉണ്ടെങ്കിൽ ഹാപ്പിയാണ്. ഉണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്യും. ആഹാ എനിക്ക് എൻ്റെ ഭാര്യയും കുടുംബമൊക്കെ ഉണ്ട്, സന്തോഷം. ഇല്ലെങ്കിലോ ഒരു ശല്യമില്ല, എനിക്ക് എൻജോയ് ചെയ്യാം. ഇതൊക്കെ കാഴ്ചപ്പാട്. എൻ്റെ ഒരു കൂട്ടുകാരി ST കോളേജിൽ പഠിച്ച ഭർത്താവ് കുടിയും ഇടിയും ഒക്കെ ആയിട്ട് ഡൈവോഴ്സ് ചെയ്തതാണ്. അപ്പൊ പുള്ളിക്കാലത്ത് എന്നോട് പറയാണ്, നിന്നെയൊക്കെ കാണുമ്പോൾ എനിക്ക് അസൂയാണ്, ഫാമിലി ആയിട്ടൊക്കെ കഴിയുവാണല്ലോ, നമുക്കതൊന്നുമില്ല. ഞാൻ പറഞ്ഞു, നീ സ്വർഗത്തിലല്ലേ? അതെന്താ? നീ ഇപ്പം എത്ര മണിക്ക് വന്നാലും നിന്നോട് ആരും ചോദിക്കത്തില്ല. നിനക്ക് ഇഷ്ടമുള്ള ആണുങ്ങളുടെ കൂടെ കറക്കാം, പോയിട്ട് വരാം, നിനക്ക് എന്തോ വേണേ കാണിക്കാം. നമുക്കത് പറ്റുമോ? ഇല്ല. പിന്നെ ബുദ്ധിമുട്ടുകൾ, പൈസ ഉണ്ടാക്കിയാലും നിനക്കത് നിൻ്റെ ഇഷ്ടത്തിന് സിനിമ കാണും, എൻജോയ് ചെയ്യാം, അങ്ങനെ ഇങ്ങനെയൊക്കെ. നമുക്കത് പറ്റത്തില്ല. നമ്മൾ ചിലപ്പം വീട്ടിൽ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് പല മാസങ്ങളായി കാണും, തിരിച്ച് മറിച്ച് വിടുമായിരിക്കും. ചിലപ്പോൾ എൻ്റെ കുടുംബത്തെ നോക്കണം എന്നുള്ളതുകൊണ്ടാണ്. നമുക്കൊരു ഫ്രീഡവും പറ്റത്തില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ കല്യാണം കഴിക്കണ്ടല്ലോ. അത്ര നേരം അത് പറഞ്ഞ് വിഷമിച്ചോണ്ടിരുന്ന ആള് ഇങ്ങനെ കുറച്ച് ഡയലോഗ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കൊള്ളാലോ. ഇത്രേ ഉള്ളൂ ഇതൊക്കെ ഉള്ള. നമ്മളെ മൈൻഡ് എപ്പോഴും അവിടെ അപ്പോഴാണ്, ഇവിടെ ഇപ്പോഴല്ല. ഓഫീസിൽ ഇരിക്കുമ്പോൾ എല്ലാം വീടിനെ കുറിച്ച് ചിന്തിക്കും, വീട്ടിൽ ഇരിക്കുമ്പോൾ എല്ലാം ഓഫീസിനെ കുറിച്ച്. എന്നാൽ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഓഫീസിനെ കുറിച്ചും വീട്ടിൽ ഇരിക്കുമ്പോൾ വീടിനെ കുറിച്ച് ചിന്തിച്ചാൽ രണ്ടും അടിപൊളിയാണ്.
വരാനിരിക്കുന്നത് കഴിഞ്ഞതും നമ്മുടെ മൈൻഡിൽ, ഒരിക്കലും പ്രസന്റിലല്ല നമ്മൾ. പവന്റെ എന്ത് രസമാണ്, അങ്ങനെയല്ല. അല്ലെങ്കിൽ ഇനി ഭാവി എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സുഖമാണ്. എന്തിനാ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്? വിവാഹം കഴിച്ചിട്ട് രണ്ട് പിള്ളേരുള്ള ഒരാൾക്ക് ജോലി പോയി കഴിയുമ്പോൾ ഇതിന് 4 ഇരട്ടി സ്ട്രെസ് വരും, പൊട്ടിത്തെറിക്കും. അത് ഭക്ഷണം കൊടുക്കണ്ടായോ? ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ അതാണല്ലോ. ഒരാള് കഷ്ടപ്പെട്ട് തിന്നാനും ബാക്കി 5 പേര് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാനും ബാക്കി 5 പേര് അത് തിന്നു തീർക്കാനും. എന്തെങ്കിലും സാമ്പത്തിക കുറവ് വന്നാൽ അത് ഇവന്റെ കുറ്റമാണ്, ഇതിന്റെ മേലിലാണ് അതെല്ലാം. അപ്പം അത് മാറി വരുന്നുണ്ട് ഇപ്പോൾ. എന്നാലും അലിഖിത നിയമം പോലെ അങ്ങനെയാണ്. അപ്പൊ അയാൾക്കുണ്ടാവുന്ന സ്ട്രെസ് എന്തായിരിക്കും? പക്ഷെ നമ്മൾ സ്ട്രെസ് പിടിക്കും. നമ്മളൊന്ന് കുറച്ച് ദിവസം എൻജോയ്, റെസ്റ്റ് എടുക്കാൻ വിചാരിക്കുക. കുറെ നാളായില്ലേ വർക്ക് ചെയ്തിട്ട്. അപ്പൊ ഇനിയൊരു ജോലി കിട്ടുന്നവരെ എൻജോയ് ചെയ്യാൻ വിചാരിക്കുക. അപ്പൊ തന്നെ മൈൻഡ് ഫ്രീ ആവും. ചെലവുകളൊക്കെ അങ്ങ് ചുരുക്കുക. അനാവശ്യമായി ഒന്നും കളയേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ ചെറിയ പണിക്കൊക്കെ വേണമെങ്കിൽ അത് പറയാം, ചേഞ്ച്, ഒരു രസം, ഒരു ത്രില്ല്, ഡ്രൈവറായിട്ടോ അല്ല എന്തെങ്കിലും അറിയാവുന്ന ജോലിയൊക്കെ പോവാം. അതിലൊന്നും ഒരു മാന്യത കുറവില്ല. എല്ലാ ജോലിയും വാല്യബിളാണ്. നമുക്ക് എന്നെ പേടിക്കാനാണ്. പേടിയുള്ളവനെ എല്ലാം പേടിപ്പിക്കാൻ പറ്റുള്ളൂ. ഈശ്വരൻ പറയുന്നോട്ട് മുന്നോട്ട് പോകുമെന്ന് പറയാം. വെറുതെ എടുത്ത് തലയിൽ ഒരുപാട് സ്ട്രെസ് എടുത്ത് വെക്കുകയാണ് നമ്മളെ വേല അങ്ങനൊന്നും ഇല്ല. കൊലയാണ്. അങ്ങനൊന്നും ഇല്ല ഇവിടെ. ഇതൊക്കെ ഒരാളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യം കാണാൻ വേണ്ടി മാത്രം. അല്ല, അതൊന്നും ആർക്കും ആരെയും വലിയ ബഹുമാനം ചുമ്മാതാണ് ഇതൊക്കെ. അംഗീകാരം എന്തുകൊണ്ട് അംഗീകാരമാണ്? അസൂയ അല്ലാതെ വേറെ ഒന്നും വരികയല്ല. നിങ്ങളൊരു പ്രശസ്തനായി, എന്റെ കൂടെ പഠിച്ച പ്രശസ്തനായി, എനിക്ക് അംഗീകാരമല്ല, എനിക്ക് അസൂയ വരത്തുള്ളൂ. സത്യമതാ അല്ലേ? അതാണ് സത്യം. പിന്നെ എന്തെങ്കിലും കാര്യം കാണാനുണ്ടെങ്കിൽ ഞാൻ അവന്റെ ഇടയ്ക്ക് ചെന്നിട്ട് പറയടാ, ഭയങ്കര സന്തോഷം, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് ഇത്ര ഉയരങ്ങളിലെത്തി, എനിക്ക് പറയാലോ, എന്റെ കൂടെ പഠിച്ചാണ്. എവിടെ ഉണ്ടയാ? കാരണം ഇതെല്ലാം പറഞ്ഞിട്ടൊരു കാര്യം ചോദിക്കണം. എന്താ, ഒരു 10,000 രൂപ ഒരു അത്യാവശ്യമുണ്ട്, ഒരു 10,000 രൂപ ഒരു അത്യാവശ്യമുണ്ട്. ഇത് പറയാനാണ് ഇത്രയും പറയുന്നത്. മറ്റൊന്ന് കയറിക്കോ, ശരിയാണല്ലോ, എന്നാ 10,000 രൂപ. ആ വഴി പോലും പിന്നെ കാണുകയില്ല. മനസ്സിലായേ? അല്ലാതൊന്നും ആർക്കും അംഗീകാരം ഒന്നും ഇല്ല. ഈ അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ കിടന്ന് ഭ്രാന്ത് വിടുന്നത്. ഒരു മോഹൻലാൽ ആവാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരുടെ ഉള്ളിൽ അത് നിങ്ങൾ ആരാവണമെന്ന് ആഗ്രഹിച്ച് രഹസ്യമായി സൂക്ഷിക്കുന്ന സംഗതി ഒരു മോഹൻലാലും മമ്മൂട്ടി ആവണം. മനസ്സിലാവുന്നുണ്ട്? പക്ഷെ ഈ മോഹൻലാൽ ആവുന്ന എന്തിനാ? എല്ലാവരുടെയും അംഗീകാരം കിട്ടുമെന്നുള്ളതുകൊണ്ടാ. ഈ അംഗീകാരം എന്ന് പറഞ്ഞത് തോന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ചില ആൾക്കാരുണ്ട് ശരിക്കും ആത്മാർത്ഥമായി എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് ചെയ്തവരോട് നമുക്കൊരു നന്ദിയും ഒരു റെസ്പെക്റ്റും ഒക്കെ തോന്നും. അതുണ്ട്. അത് വർക്കിലൂടെ വരുന്നതാണ്. അത് അവർ അംഗീകാരം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന അല്ലത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക. അവർ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യാമെന്ന് വെച്ച് ചെയ്യുമ്പോൾ അത് സക്സസ് ആകുമ്പോൾ അവർക്ക് സക്സസ് ആയ ഫെയിലിയർ ആയാലും ഇല്ല. സക്സസ് ആയി കഴിഞ്ഞാൽ അവർക്ക് അത് ആളുകൾ അറിയാതെ അവരെ റെസ്പെക്ട് ചെയ്ത് പോകുന്നതാണ്. അത് വേറെ. അത് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ യജ്ഞപൂർവ്വം കർമ്മം ചെയ്യുമ്പോൾ വരുന്ന സംഗതിയാണ്. റിസൾട്ട് നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായി വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണത്. അതല്ലാതെ ഒന്നില്ല. അപ്പം ശരിക്കും നമ്മൾ അംഗീകാരത്തിന് വേണ്ടി പോകുന്നത് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അതിന് വേണ്ടി പോകുന്നത്. അപ്പം നമ്മളിത് കൊടുക്കാൻ തയ്യാറായാൽ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യും, ഹാപ്പിനെസ് കൊടുക്കുകയും പുകഴ്ത്തുകയും ചെയ്യണം. നമുക്ക് വിജയിക്കാം. അങ്ങനെ ആവണമെങ്കിൽ നമുക്ക് ആദ്യം പോസിറ്റിവിറ്റി ഉണ്ടാവും. ഇതെല്ലാം ഇപ്പോൾ തുടങ്ങുന്നത് ഒരാളുടെ വലിയ സക്സസ് തുടങ്ങുന്നത് എവിടുന്നാണ്? നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമുക്കുണ്ടെങ്കിലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അങ്ങനെ കൊടുക്കുമ്പോഴാണ് അവർ നമുക്ക് വേണ്ടത് തരുന്നത്. അപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം നമ്മൾ കൂടുതൽ കൊടുക്കുന്നു, എല്ലാവർക്കും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും, ഹാപ്പിനെസ് എത്തിക്കുന്നു, അവർ നമുക്ക് തരുന്നു. അങ്ങനെ നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതിലാണ് ഇത് വന്ന് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാതെ, കമ്പാരിസൺ ഇല്ലാതെ, ടൈമിനെ കുറിച്ച് ആലോചിക്കാതെ നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു മേഖലയിൽ 5 വർഷം പണിയെടുക്കാമെങ്കിൽ ആ മേഖലയെക്കുറിച്ച് ജ്ഞാനം അറിവുണ്ടാകുമ്പോൾ ആ ഇച്ഛാശക്തി ആഗ്രഹത്തിൽ നിന്ന് ജ്ഞാനശക്തി ഉണ്ടാകും. പ്രവർത്തിച്ചു കഴിയുമ്പോൾ അറിവുണ്ടാകും. അത് ക്രിയാശക്തിയായിട്ട് പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളോട് വേണ്ടത് തരാതിരിക്കാൻ പറ്റത്തില്ല. ആണ് അവർക്ക് വേണ്ടത് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കുന്ന പൈസയോ കാര്യങ്ങളൊക്കെ കിട്ടും.
സോ നിങ്ങൾ സക്സസ് ആയിരിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊരു ജോലിയില്ല. നിങ്ങൾ അങ്ങനെ എത്രയും ദൂരം എന്നെ തിരക്കി ഇവിടെ വന്നേ? എനിക്കൊരു ജോലിയില്ല സത്യം പറഞ്ഞാൽ. ആ അപ്പൊ അത് എന്റെ ചുമ്മാ ആവുന്നതാണ്. നമ്മുടെ കുറെ താമസമില്ലായിരുന്നു, നമ്മുടെ കുറെ നാളത്തെ റിസർച്ച് ഇല്ലായിരുന്നു, എഫർട്ട് ഇല്ലേ, ചുമ്മാ അങ്ങ് ആയതല്ല. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരണമെങ്കിൽ ഞാൻ ആദ്യം ഉണ്ടാക്കണമല്ലോ. എനിക്ക് അഭിനയിച്ചാൽ പറ്റൂ. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിങ്ങളുടെ കൂട്ടി ഇങ്ങനെ അയ്യോ എല്ലാം പോയേ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, അയ്യോ എന്റെ ക്ലയൻസ് അല്ലേ ഇങ്ങനെ, എന്റെ ആൾക്കാരല്ലേ ഇങ്ങനെ എന്ന് പറയാതിരുന്നാല നിങ്ങൾ വരുമോ എന്നെ തിരക്കി? നിങ്ങൾ ഇവിടെ വരുമ്പോ ഞാൻ ഇത് പറഞ്ഞ എന്താ പറയും, എടോ ഞാൻ ഇവിടെ വന്ന് താന്റെ ഇത് വല്ല പോസിറ്റീവ് കിട്ടും അറിയണം. താൻ ഇങ്ങനെ മോങ്ങിക്കൊണ്ടിടാ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ വരുന്നേ എന്ന് ചോദിക്കൂലേ? അപ്പം ഞാൻ എന്തൊക്കെ പ്രശ്നം എനിക്കുണ്ടെങ്കിലും അതൊക്കെ നിസാരമായിട്ട് തള്ളിയിട്ട് ഞാൻ അതിൽ പോസിറ്റീവ് മാത്രം എടുത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിരിക്കുമ്പോൾ എനിക്കിത് പറഞ്ഞു തരാൻ പറ്റും. ഞാൻ അപ്ലൈ ചെയ്യാത്ത ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെയാണ് എല്ലാ മേഖലയും. ആ മേഖലയിൽ നിന്ന് നമ്മൾ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ടെക്നിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് സ്വർണമോ കമ്പിയോ കപ്പലോ വിമാനമോ പേനയോ എന്ത് വേണം മാർക്കറ്റ് ചെയ്യാം. മാർക്കറ്റിങ്ങിൻ്റെ ബേസ് ഇതാണ്. ബന്ധം ഉണ്ടാക്കുക, റാപ്പോർട്ട് വിത്ത് കസ്റ്റമറുമായിട്ട് ബന്ധം ഉണ്ടാക്കി സ്നേഹബന്ധം ഉണ്ടാക്കി അത് നിലനിർത്തിയാൽ അവരുടെ ഒരു ശൃംഖല ഉണ്ടാക്കുക. അങ്ങനെ ഒരു കുറേ പേരുടെ ഫോൺ നമ്പർ സംഭവങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്താലും പിന്നെ ഭാവിയിൽ വിജയിക്കും. നമ്മൾ സത്യസന്ധമായിരിക്കുകയും വേണം. നമ്മളപ്പോൾ നമുക്കൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാവും. ഈ ആള് കള്ളനല്ല. മോഹൻലാലൊക്കെ വന്ന് പറയുന്നില്ല, ചെല്ലൊക്കെ വന്ന് പറയുമ്പോൾ ഇപ്പം അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചെല്ലൊക്കെ വന്ന് പറയുമ്പോൾ അത് നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ അയാൾ പറയത്തുള്ളൂ എന്നുള്ള സാധനം കൊണ്ട് നമുക്ക് ഒരു ബ്രാൻഡ് മാർക്കറ്റ് ഉണ്ടാവും. അതൊരു സാധാരണ ഒരു പത്രം വയ്ക്കുന്ന ആൾക്ക് പോലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ മുറുക്കാൻ കടക്കാരന് കാണും ചിലപ്പോൾ. അത് ചിലർക്കിത് കാണത്തുമില്ല. വലിയ വലിയ ആളുകൾക്ക് സക്സസ് കാരണം അത് ആ ഓഡിയൻസിന്റെ ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്. ആൾക്കാരെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പഠിച്ചാൽ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് വിൽക്കുന്നാലും നിങ്ങൾക്ക് വിജയിക്കാം. അതില്ലാതെ നിങ്ങൾ എത്ര നല്ല പ്രോഡക്റ്റ് വില കുറച്ച് നല്ല സാധനം കൊടുത്താലും വിജയിക്കത്തില്ല. ഓഡിയൻസുമായിട്ടുള്ള ബന്ധം ഉണ്ടാകും. അവർക്ക് നല്ല രീതിയിൽ പ്രാണം കൊടുക്കണം. അപ്പോൾ അവരുമായിട്ട് നല്ല സ്നേഹബന്ധം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമ്മുടെ വിഷമങ്ങളെ മാറ്റി വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് ഹാപ്പിയായിട്ട് നമുക്ക് പുറത്തെ ചിരിയല്ല, നമ്മൾ ഹാപ്പി ആവണം. റിയലി നമ്മുടെ വിഷമങ്ങളെ നമ്മൾ ഈ കമ്പാരിസൺ ചെയ്യാതെ നമ്മളെക്കാൾ താഴ്ന്നവരുമായിട്ട് കമ്പയർ ചെയ്ത് ഹാപ്പിയായി നമ്മൾ ടൈമിനെ കുറിച്ച് ബോധമല്ലാതെ ഫ്രീ ആയി ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പ്രാണൻ പോസിറ്റീവായിട്ട് നിറഞ്ഞു കവിയാൻ തുടങ്ങുമ്പോൾ ആ പ്രാണൻ ഇങ്ങനെ കൊടുക്കുക സംസാരത്തിലൂടെ, നോട്ടത്തിലൂടെയും ഭാവത്തിലൂടെ. സോ ആളുകൾക്ക് ഒരു എനർജി, ഒരു ജീവൻ കിട്ടും. അവർ നിങ്ങളൊക്കെ വരും. നിങ്ങളപ്പോൾ പറയുക എനിക്കൊരു നാരങ്ങാവെള്ളമുണ്ട്, എനിക്കൊരു ചായ തരാനുണ്ട്, വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു പുസ്തകം വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഒരു മൊബൈൽ ഫോൺ വിൽക്കാനുണ്ട്. അതിൻ്റെ ഒരു കട ഇട്ടാൽ വിജയിക്കുമോ? നിങ്ങൾ എന്ത് സാധനം ഇടുന്നോ അത് വിജയിക്കുമോ? സത്യസന്ധതയും കൂടെ ഉണ്ടെങ്കിൽ കയറിപ്പാം. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരവസരം നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് വിൽക്കാനുള്ള ആളുകളില്ല. ഉള്ള ആൾക്കാർ പോലും നമ്മളൊരു സ്ഥാപനത്തോട് കയറി കഴിഞ്ഞാൽ അവിടെ വരുന്ന ക്ലയന്റ് പോലും നമ്മളെ പെട്ട് പിണങ്ങി പോവാണെങ്കിൽ, അപ്പം നമ്മുടെ ഉള്ളിൽ ജപം ഉണ്ടെങ്കിലോ നല്ല ദേവത ഉണ്ടെങ്കിലോ പണങ്ങി പോകത്തില്ല. അവരുടെ തലയെ ഡോപ്പമിന് അടിക്കും. അവർക്ക് നമ്മളോട് അട്രാക്ഷൻ വരും. 30 പേര് വന്നുകൊണ്ടിരുന്ന കടയിൽ 100 പേരാവും. നമ്മൾ പറഞ്ഞ ശമ്പളം കിട്ടും. നേരെ കുറിച്ച് ബാധയാണെങ്കിലോ ഞാൻ എന്നുള്ള ഈ ഇങ്ങനെ ഇമോഷനിൽ നിൽക്കുമ്പോൾ ബാധ ജപിക്കുന്നൊന്നും കിട്ടത്തില്ല. ജപിക്കുന്നതെല്ലാം ഇങ്ങനെ ജപിക്കുമ്പോൾ ബാധയ്ക്കാണ് കിട്ടുന്നത്. ഈ കരഞ്ഞുകൊണ്ട് ആ ബാധ കൂടിയിരിക്കുന്ന ഒരാൾ പോയി ഒരു കടയിൽ പോയിരുന്നാൽ 100 പേര് വന്നുകൊണ്ടിരുന്ന കടയിൽ പിറ്റേന്ന് പോലെ 30 പേരാവും. അവന് നല്ല അഡ്രിനാലിൻ വരുന്ന, കോർട്ടിസോൾ വരുന്ന, ദേഷ്യം വരുന്ന, സ്ട്രെസ് വരുന്ന നമ്മളെ കാണുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല. എനിക്കിഷ്ടമല്ല, നിങ്ങൾ പൊക്കോളാൻ പറയും. നല്ല കക്ഷിയല്ലേ, എന്താ എനിക്കിഷ്ടമല്ല, അവൻ്റെ മോന്ത കാണാം. അവൻ ചിരിച്ചോണ്ടൊക്കെ അത് തന്നെ പറഞ്ഞ എനിക്ക് അവൻ്റെ മോന്ത കാണട്ടെന്ന് പൊക്കോളാം. പോകത്തില്ല. ആരെന്താ ഈ ബാധ അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഹാപ്പി ആയിട്ട് നിന്ന് വേണം ഉപാസിക്കാൻ. എന്തുകൊണ്ട് ഹാപ്പി ആയിട്ട് സാധന ചെയ്യണം? അതാണ് ഞാൻ ഈ പറയുന്നത്. അതിന്റെ ആൻസർ എത്തണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഹാപ്പി ആയിട്ട് സാധന ചെയ്യണം?
അപ്പം ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ പറയുന്ന ഈ 4 പഞ്ചകോശുദ്ധി സാധനങ്ങൾ 4 കാര്യങ്ങളും ശുദ്ധീകരിക്കുന്ന 4 കോശങ്ങൾ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം അതുപോലെ ചെയ്യുമ്പോഴേ ഇത് വർക്ക് ചെയ്ത് വരുത്തും. അതിനകത്ത് 2 സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ 3 സ്കിപ്പ് ചെയ്ത് 1 മാത്രം ചെയ്തു പോയി. അത് നമ്മൾ വിഷമിച്ചാണ് ചെയ്യുന്നത്, പറയുന്ന രീതിക്കല്ല ചെയ്യുന്നെങ്കിൽ പോയി. ഞാൻ ഒന്നുകൂടെ വേണം ജിമെയിലിൽ ഇട്ടുതരാമെങ്കിൽ വീഡിയോ ട്രെയിനിങ് ഇട്ടുതരാം. അത് പഠിച്ച് 2 മണിക്കൂർ എടുത്ത് വീണ്ടും കണ്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ടോ? അപ്പോൾ അത് ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കി ശരിയായി ഉപാസിക്കുക. അപ്പം നമുക്ക് ഹീൽ ചെയ്യാം. സാറേ